ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈലിൽ 15 GB മെമ്മറി സ്റ്റോറേജ് ഉള്ള ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. വെറും 11 MB മാത്രമുള്ള ഒരു ഫയൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഡ്രൈവ് എന്ന ഈ ആപ്ലിക്കേഷൻ പല സുഹൃത്തുക്കൾക്കും ഇതിനെക്കുറിച്ച് അറിവുള്ളതാണ്. എങ്കിലും അറിയാൻ വയ്യാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണാൻ കഴിയുന്ന ആപ്ലിക്കേഷനാണ് ഡ്രൈവ് എന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് വെരിഫിക്കേഷനുകൾ ചോദിക്കും. അവയെല്ലാം നിങ്ങൾ സ്കിപ്പ് അടിച്ച് മാറുക. അടിച്ച് മാറിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെയിൻ പേജ് ഓപ്പൺ ആയി കിട്ടും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങളുടെ സ്ക്രീൻ പ്ലെയിനായിട്ടായിരിക്കും ആദ്യം വരിക. അതിൽ നിങ്ങൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈലിൽ ഡ്രൈവ് എന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇതിൽ എൻ്റേതായ കുറേ ഫോൾഡറുകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടേപ്പോണ്ട്. അവയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ ഫോൾഡറുകൾ ചെയ്ത് വേണം നിങ്ങൾക്ക് ഇതിലേക്ക് മെമ്മറിയിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാൻ. ആദ്യം ഫസ്റ്റ് തന്നെ ഈ റെഡ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ വരും. അതിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫോൾഡർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഫോൾഡർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫോൾഡർ നെയിം ചോദിക്കും. നിങ്ങൾക്ക് ന്യൂ ഫോൾഡർ എന്ന് തന്നെയാണ് അത് ചേഞ്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നെയിമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ന്യൂ ഫോൾഡർ ഒന്ന് സേവ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ഞാനൊരു ഫോട്ടോ ഇട്ടു. അത് എങ്ങനെയെന്ന് നോക്കാം. ഇനി രണ്ടാമത് ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ റെഡ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്യാലറി ഓപ്പൺ ആകും. നിങ്ങൾക്ക് ഇവിടെ സോങ്സ് ഇതിലേക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് സോങ്സ് കോപ്പി ചെയ്ത് ഇതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പം എൻ്റെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ഇതിലേക്കൊന്ന് മാറ്റുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഗ്യാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇനിയും എൻ്റെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോൾഡറിലുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് മൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഗ്യാലറിയിലോ അല്ലെ മെമ്മറി കാർഡിലുള്ള എല്ലാ ഫയലുകളും വീഡിയോസ് അതേപോലെ സോങ്സ് ഇവയെല്ലാം ഇതിലേക്ക് മൂവ് ചെയ്തിട്ട് നിങ്ങളുടെ മെമ്മറി കാർഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് തിരിച്ച് എടുക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നഷ്ടമായി പോകുന്നതല്ല. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ സേവ് ചെയ്തേക്കുന്ന ഫയലുകൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എപ്പം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഈ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഫയലുകളും അതിൽ തന്നെ ഉണ്ടാകും. ഒരു ഫയലും നഷ്ടമായി പോകില്ല. കാരണം ഇത് ഞാൻ ഇത്ര ഉറപ്പോടെ പറയാൻ ഈ ഫയൽ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫയലാണ്. നമുക്കൊന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഗ്യാലറിയിലോട്ട് ലോഡായി വരാനുണ്ട് ഫോട്ടോസ്.
എൻ്റെ ഫോൺ അല്പം സ്ലോ ആണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ ഫോണിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ സെറ്റിങ്സ് റെഡി ഓപ്പൺ ആയി വരാൻ. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഗാലറിയിലുള്ള എൻ്റെ കുറച്ച് ഫോട്ടോസ് വന്നു. ഇനി ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ അതിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഫയൽ അപ്ലോഡ് എന്നുള്ളത് കാണിക്കുന്നത്. ഇത് എൻ്റെ മൊബൈലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോസ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ എല്ലാ ഫോട്ടോസുകളും നിങ്ങൾക്ക് ഇതിൽ ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഫയലിൽ സേവ് ആയിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതേപോലെ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും സ്റ്റോർ ചെയ്തതിന് ശേഷം അവ സ്റ്റോർ ആകാത്തത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾക്ക് റെഡ് മാർക്കിൽ കാണാൻ കഴിയും. ഇതിൽ അപ്ലോഡായ എല്ലാ ഫയലുകളും ഇതേപോലെ ആ ഒരു റെഡ് മാർക്ക് ബ്ലാങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അല്ലാത്തവ ഈ സെയിം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് റെഡ് മാർക്കിൽ ഈ ആരോ കാണുന്ന ആ ഭാഗത്തായിട്ട് റെഡ് മാർക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ റെഡിയാകും. നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ആയിക്കോളും. ഇതിൽ 15 GB വരെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെയായിട്ട് ഞാനിപ്പം 199.9 MB മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 1% മാത്രമേ ഞാൻ ഇതിൽ ഫുള്ള് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ കുറേ വീഡിയോസ് എൻ്റെ പേഴ്സണലായ ഫോട്ടോസുകളും എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് ഇതിലാണ്. ഇത് നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ പേഴ്സണൽ വീഡിയോകളും അതേപോലെ ഇമേജുകളും എല്ലാം സൂക്ഷിച്ചു വെക്കാനും പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോണിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ ഫോൾഡറുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അവയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും കഴിയുന്നതാണ്. ഇനിയും ഇതിലേക്ക് ഒരു ഫയലിനകത്തുള്ള എല്ലാം കൂടി എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഒരു ഫോൾഡറിലുള്ള എല്ലാം ഇമേജും ഒരുമിച്ച് എങ്ങനെ ഇതിലേക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് ബാക്ക് അടിച്ച് ഇറങ്ങുകയാണ്. ശേഷം ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഗാലറി ഓപ്പണായി. ഇതിൽ ആദ്യത്തെ ഫയൽ തന്നെ ക്യാമറ എന്നുള്ള ഈ ഫയലിൽ ഏതാണ്ട് 11 ഫോട്ടോസ് ഉണ്ട്. അവ ഞാൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സെലക്ട് ആയതിന് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിന് മുകളിലായിട്ട് ഒരു ഷെയർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ തെളിഞ്ഞു വരും. ഇതിൽ ഏതിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഇമേജ് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ ഡ്രൈവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയലിലുള്ള 11 ഫോട്ടോസും ഒരുമിച്ച് നിങ്ങളുടെ ആ ഒരു ഫോൾഡറിലേക്ക് മാറുന്നതായിരിക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് ഒരുമിച്ച് ഫോട്ടോസുകൾ നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൻ്റെ ഫോൾഡറിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഡ്രൈവിനകത്ത് ഈ ഫോട്ടോസ് സേവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വിഷു ആശംസ നേരുന്നു. മറ്റൊരു നല്ല ആപ്ലിക്കേഷനുമായിട്ട് എത്തുന്നത് വരേക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.